ഗൈസ് നോക്കിയേ, വാവ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സാധനം നേരിട്ട് കാണുന്നത്. എന്ത് ഭംഗിയാ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഹംപിയാണ് കേട്ടോ. ഇന്നലെ വൈകിട്ടെത്തി ഹംപിയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ള് ഹംപി എക്സ്പ്ലോർ ചെയ്യണം. ഇന്നും നാളെ 2 ദിവസം ഹംപി നിന്നിട്ടാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സൺറൈസ് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ സൺറൈസൊക്കെ കണ്ട് നമുക്ക് ഇന്നത്തെ ഫുൾ കാഴ്ചയിലേക്ക് പോകും. ഓക്കെ, ഈ ടെമ്പിളാണ് മല്യവന്ത രഘുനാഥ ടെമ്പിൾ. ഇവിടെ ഈ രാമജപം 21 വർഷമായിട്ട് 24 മണിക്കൂറും മുടങ്ങാതെ നടക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? കാരണം ആൾ മാറി മാറി ഇതിങ്ങനെ 24 മണിക്കൂറും, അതും 21 വർഷമായിട്ട്. കൊള്ളാല്ലേ ശരിക്കും? ഗൈസ്, ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ രാമായണ കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയെ തേടി പോകുന്ന സമയത്ത് ഈ മലയിൽ താമസിച്ചെന്നാണ് വിശ്വാസം. ഇവിടെയാണ് സുഗ്രീവനുമായി ശ്രീരാമൻ സഖ്യം ചെയ്തതും ഹനുമാനെ ആദ്യമേ കണ്ടുമുട്ടുന്നതും എന്ന് പറയപ്പെടുന്നു. അടിപൊളി വ്യൂ അല്ലേ? സൂര്യനോടൊക്കെ കിട്ടിയിട്ട്. ഗൈസ്, അമൽ തിരിച്ചു പോയി. അമൽ ഇന്ന് രാവിലെ ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് സൺറൈസ് കാണാൻ വന്നിരുന്നു. എന്നിട്ട് അവിടുന്ന് അമൽ തിരിച്ച് മൈസൂർക്ക് പോയി. അവൻ ഓൾറെഡി 2 ദിവസം ഇവിടെ വന്നിട്ട്, അത് കഴിഞ്ഞ് പുള്ളി മൈസൂർ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവിടുത്തെ പ്ലാൻ ചെയ്തിട്ട്. അതുകൊണ്ട് പിന്നെ നിന്നില്ല, അല്ലെങ്കിൽ 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തേനെ. എന്തായാലും അമലിനെ നമ്മളിപ്പോൾ എറണാകുളത്ത് വെച്ച് കാണുന്നതായിരിക്കും. അതുകൂടാതെ എനിക്ക് വേറൊരു കമ്പനി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. പുള്ളി മഹാരാഷ്ട്രക്കാരനാണ്. പ്രണവ് എന്നാണ് പേര്. മഹാരാഷ്ട്രയിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് മാത്രമല്ലാണ്ട് പുള്ളി ഒരു ഭയങ്കര ട്രാവലർ കൂടിയാണ്. പുള്ളി കുറേ രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ പുള്ളി 31 വയസ്സേ ഉള്ളൂ. പുള്ളിയേക്കാൾ എനിക്ക് ഇതായത് പുള്ളിയുടെ അച്ഛനും അമ്മയാണ്. അവരും ഭയങ്കര ട്രാവലിംഗാണ്. ആ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു ഗുണമാണ് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് കിട്ടിയെന്ന് തോന്നും. അച്ഛനും അമ്മയും റിട്ടയർമെൻറ്റ് ലൈഫ് ഫുള്ള് ട്രിപ്പാണ്. അവരിപ്പോൾ ഏകദേശം ഒരു 67 രാജ്യം തന്നെ കവർ ചെയ്തു. അങ്ങനെ അടിപൊളി. പിന്നെ പുള്ളി തന്നെ ഹംപിയിൽ ഇതിനു മുമ്പും കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോഴും നോർമലി എല്ലാവരും പോകുന്ന രീതി അല്ലാണ്ട് പുതിയതായിട്ട് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യും. ഇപ്പം ഇന്നലെ തന്നെ പുള്ളി ഇപ്പം ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോരോ ടെമ്പിൾസ് ഉണ്ടല്ലോ. ആ ടെമ്പിളിൽ നോർമൽ റോഡ് മാർഗ്ഗം അല്ലാണ്ട് വേറെ ഈ മല ഇറങ്ങിയൊക്കെ പോയിട്ട് ഏതോ വഞ്ചി കൂടെ ഒക്കെ കയറി അപ്പുറത്തെത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത്, അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഓൾറെഡി പുള്ളി ഇപ്പോൾ വന്നിട്ട് 4 ദിവസമായി. ഇനിയും 4 ദിവസം കൂടെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുള്ളിയുടെ ആ പാഷൻ്റെ പുറത്തുള്ള ജോലി തന്നെ പുള്ളി ചൂസ് ചെയ്ത് പുള്ളിക്ക് അത് കിട്ടിയെന്നുള്ളതാണ്. അതും ഗവൺമെൻറ് ജോബ് തന്നെ. അടിപൊളി. ഇതാണ് ഗൈസ് ഭീമാസ് ഗേറ്റ്. രാമൻ്റെ ആർമിയുടെ സ്ഥലമാണ്. എന്താ വ്യൂ അല്ലേ? ഇതിങ്ങനെ ചെല്ലുമ്പോൾ ആ സണ്ണിങ്ങനെ കിട്ടുന്നില്ലേ? ഉണ്ട്. പ്രണവ് ബ്രോ നിൽക്കുന്നുണ്ട് അതിനകത്ത്. ഫ്രെയിമിൽ കിടിലനായിട്ടുണ്ട്. ഹംപി ശരിക്കും കിടുവാണ് കേട്ടോ. ഇന്നലെ ഞാൻ മറ്റേ സൺസെറ്റ് കാണാൻ പോയി. അവിടെ ഇരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് കിട്ടുന്നൊരു ഭയങ്കര ഫീൽ കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ സൺറൈസ് കാണാൻ പോയപ്പോഴാണെങ്കിലും പിന്നെ അല്ലാതെ ഇങ്ങനെ മൊത്തത്തിൽ കറങ്ങി നടക്കാനാണെങ്കിലും ഒക്കെ ഒരു അടിപൊളി ഫീലാണ്. ഇച്ചിരി വെയിൽ ഇവിടെ നന്നായിട്ട് കൊള്ളേണ്ടി വരും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതാണൊരു 8 ഫീറ്റുള്ള സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ താഴേന്ന് മൊത്തത്തിലാണ് കേട്ടോ. സ്റ്റാച്ചുവിൻ്റെ ആ കുത്തി വെച്ചേക്കുന്നത് മാത്രമല്ല, മൊത്തം. ബ്രോ 5'8". ഓക്കെ, ഞങ്ങളൊന്ന് 8 ഫീറ്റ് കൺഫേം ആക്കിയതാ. രാമൻ്റെ ആർമിയുടെ സ്ഥലമാണിതൊക്കെ. ഇതിനെ പറയുന്നതാണ് ഗജ്ജല മണ്ഡപം.
ഗജല എന്ന് പറഞ്ഞാൽ ആനയാണ് കേട്ടോ. ആനയുടെ ആ ഒരു ഷേപ്പ്. बट एलिफेंट शेप किधर है? ये छोटे छोटे कार्व्स किए हुए हैं। ओ कर्व शेप नहीं है उसमें ना, उसमें जो पिलर्स है ना, हाँ उसमें कार्विंग किया है एलिफेंट का। ओके। और एलिफेंट का जो साउंड होता है ना उसका, ये देखो तुम देखो उसका दिख रहा है अंदर बहुत सारे पिलर्स में। हाँ हाँ डाउन की तरफ ऐसा किया हुआ है। हाँ देखा देखा. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് അത്. പുള്ളിക്ക് ശരിക്കും ഹംപിയുടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാം കേട്ടോ. അത് നമുക്കൊരു ഉപകാരമായി. പിന്നെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പുള്ളി സംസാരിച്ച് തരുന്നതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുന്നു. ഇതാണ് ഗൈസ് കുതിരകൊമ്പെ മണ്ഡപം. ഇതിനൊരു സെക്കൻഡ് പേരൂടെ ഉണ്ട്, വാക്ബേ മണ്ഡപം. ഇതിൻ്റെ ആ ഒരു ഇതുണ്ടോ, അത് പില്ലറിലെല്ലാം കുതിര ഇതുണ്ട്. അതാണ് ഇതിന് ആ ഒരു പേരിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, എനിക്കറിയാൻ കഴിഞ്ഞത്. ശരിക്കും വിട്ടാല ടെമ്പിളിലേക്ക് നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ട്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇലക്ട്രിക് റിക്ഷയുണ്ട്, പക്ഷെ അതെടുത്താലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്ഥലത്തൊന്നും അവർ നിർത്തിത്തരത്തില്ല. അവർ നേരെ അങ്ങ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടേ നിർത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, ഇതാണ് പുഷ്കർണി. ഇവിടുത്തെ ഹംപിയിലെ തന്നെ വലിയ കുളമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു മഴവെള്ള സംഭരണി എന്ന് കൂടെ പറയാം. മഴക്കാലത്ത് ഇവിടേക്ക് ഇങ്ങനെ ചാനലുകളുണ്ട്, അതിൽ കൂടെ വെള്ളം ഇവിടെ ശേഖരിക്കും. എന്നിട്ട് ഇവിടുത്തെ ലോക്കൽസൊക്കെ അന്നത്തെ കാലത്ത് കുടിക്കാനൊക്കെ വെള്ളം എടുത്തുകൊണ്ടിരുന്നു ഇവിടുന്ന്. ഇതാണ് ആ പോണ്ടിൻ്റെ നടുക്കുള്ള ആ ഒരു ഗോപുരം. ഗൈസ്, അങ്ങ് ആ ബാക്കിലായിട്ട് ദൂരെ കാണുന്നുണ്ടോ, അതാണ് വിറ്റാല ടെമ്പിൾ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ഉണ്ടല്ലോ, ഈ ഇലക്ട്രിക് ഓട്ടോ എടുത്ത് പോകുന്നത് മണ്ടത്തരമാണ്. പക്ഷെ അവരും ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരമാണ് കേട്ടോ. നമ്മൾ ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി ഇലക്ട്രിക് ഓട്ടോ എടുക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ശരിക്കും ഇതെല്ലാം അറിയണമെന്നില്ല. അപ്പോൾ ഈ എന്താ പറയുക, ആ ഓരോ പോയിന്റിലൊക്കെ ഇവരെ നിർത്തി കൊണ്ടുവരേണ്ടത് അവരുടെ ഒരു കടമയല്ലേ. കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, ഇത് ഇവിടുത്തെ മെയിൻ സാധനമാണ് ഈ പോണ്ടത്. അപ്പോൾ അത് കാണിക്കാതെ അവരെ ഇങ്ങനെ നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു, അവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുന്നു. അത് ശരിക്കും അത്ര രസമല്ല. ഇതൊക്കെ കാണിച്ചു കൊടുത്ത് അവർ നടന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, പക്ഷെ ഒന്ന് നിർത്തിക്കൊടുക്കാം ഇതൊക്കെ കാണിക്കാനല്ലേ. നമ്മളാ പൈസയും കൊടുത്ത് അവിടെ പോയി ഇറങ്ങി പോകുന്നതല്ലാണ്ട് എന്തോ എനിക്കത് അത്ര അങ്ങോട്ട് സെറ്റായില്ല. ഇപ്പം നമ്മളൊരു കിലോമീറ്റർ നടന്നാലും നമുക്കിപ്പോൾ ആ മറ്റേ കുതിരയുടെ ഇതിൻ്റെ മണ്ഡപം കണ്ട്, ഇനിയിപ്പോൾ ഈ പോണ്ട് കണ്ട്, ഇത് മിസ് ചെയ്യാത്തൊരു സാധനമാണ്. ഇനി അടുത്ത് നമ്മൾ ആ ടെമ്പിളിലേക്ക് പോകും. ആ 2 പോയിന്റും കണ്ടിട്ടാണ് നമ്മൾ നടന്നു പോകുമ്പം ടെമ്പിളിലേക്ക് എത്തുക. മറ്റേത് കണ്ടോ, പാവങ്ങളിത് ഓട്ടോയിൽ നേരെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതൊന്നും നിർത്തിക്കൊടുത്തോ. ഒരാളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഇത് നിർത്തി കാണിച്ച് ഇതെന്താണെന്ന് കണ്ടുപോണ്ടേ. ഇതാണ് ആ പുഷ്കരി പോണ്ടിൻ്റെ എൻട്രൻസ്. അങ്ങനെ ഗൈസ്, നമ്മളിതാ വിട്ടാല ടെമ്പിളിൻ്റെ എൻട്രൻസ് എത്തി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പില്ലറിൽ തട്ടിക്കഴിഞ്ഞാൽ ഓരോ മ്യൂസിക്കൽ സൗണ്ട് കേൾക്കാം. അത് നമുക്ക് ഇവിടെ ഒരു സ്കാനർ വെച്ചിട്ടുണ്ട്. ആ സ്കാനറിൽ സ്കാൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ സൗണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടും. അപ്പോൾ അത് ഞാൻ സ്കാൻ ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ അത് വെക്കുന്നതായിരിക്കും. വിട്ടാല ടെമ്പിളിനകത്ത് കയറാൻ 35 രൂപയുടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഓൺലൈൻ വഴി എടുക്കണം. ഇതാണ് അതിൻ്റെ സ്കാനർ. ഇവിടെ വന്നിട്ട് അതെടുത്ത് ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ലോഡിങ്ങിലാണ്. ഇവിടുന്ന് ഒന്നെങ്കിൽ സ്കാൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതാ ഇവിടുന്ന് നമുക്ക് 35 രൂപ ഡയറക്റ്റ് എടുത്തു പോകാം കേട്ടോ. പിന്നെ അകത്തേക്ക് കയറാൻ പ്രണവ് ബ്രോ വന്നിട്ടില്ല. പുള്ളി ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് പുള്ളി വരുന്നില്ല എന്ന് പറഞ്ഞു. ഇതിനകത്തൊരു സാധനമുണ്ട് ഗൈസ്, ഞാൻ അകത്ത് ചെന്നിട്ട് കാണിച്ചു തരാം. പിന്നെ എനിക്കാണെങ്കിൽ മറ്റേത് വന്നില്ല, ലോഡായില്ല. അപ്പോൾ അവർ പറഞ്ഞു സെക്യൂരിറ്റിയെ മറ്റേ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ മതി ഗൈസ്. അങ്ങനെ വിട്ടാല ടെമ്പിളിനകത്തേക്ക് എൻട്രി ആയി നമ്മൾ. ആക്ച്വലി ഗൈസ്, ഹംപിയിൽ വന്നാൽ മെയിനായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ 50 രൂപ നോട്ടില്ലേ, 50 രൂപ നോട്ടിൽ ഈ പടം
അതിപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് ഗൈസ്, കിട്ടാല ടെമ്പിളിൻ്റെ അവിടെ. നമുക്ക് അത് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്ത് ചുമ്മാ പോസ്റ്റാ ഗൈസ്. ഇതാണത്. അങ്ങനെ നമ്മൾ 50 രൂപ നോട്ടും അതിലെ ഫോട്ടോയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ചേട്ടാ അധികം ആർക്കും അറിയില്ലാന്ന് തോന്നുന്നില്ല ഇത്, കാരണം ആരും അങ്ങനെ ആ ഒരു 50 രൂപ നോട്ട് വെച്ചിട്ട് എടുക്കുന്നില്ല. എന്തായാലും നമ്മളെടുത്തു, ഓക്കെയാണ്. ആ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു. ശരിക്കും എന്ത് രസമല്ലേ ഇതിൻ്റെ ആർക്കിടെക്ചർ. പില്ലറുകൾ നോക്കി, ഈ പില്ലറുകളുണ്ടല്ലോ, ഇത് ടോട്ടൽ 56 എണ്ണം ഉണ്ട്. 56 എണ്ണത്തിൽ നിന്നും 56 ടൈപ്പ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട് നമുക്ക് കേൾക്കാം. അതിൻ്റെ ഓരോ സ്കാനറുണ്ട്, ആ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും സൗണ്ട് കേൾക്കാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് സ്കാൻ ചെയ്ത് നോക്കാം. 56 കേൾക്കുന്നില്ല, 1-2 എണ്ണം ഞാൻ കേൾപ്പിക്കാം. ഓക്കെ, ആദ്യം നമുക്കിത് സ്കാൻ ചെയ്ത് നോക്കാം. കണ്ടോ അതിൻ്റെ വന്നത്. Same mind doubts Robert Schumann. When he comes, we thought the pillars of the music hall, it's a hollow. That's why the music comes. He breaks one stone, the pillar. And afterwards, we thought, no, it's a സരിഗമപ. the ceiling, the pressure. ഇനി നമുക്ക് ഇത് സ്കാൻ ചെയ്ത് കേട്ടാലോ. Dandiya, playing with sticks. In Kannada, we say kolata. Kolata. And this is called Jalataranga, a different sound. നമ്മുടെ അണ്ണൻ ഫോറിനേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ജലതരംഗ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് ആ സംഭവം അല്ലേ. സംഭവം എല്ലാം ഞാൻ എടുക്കുന്നില്ല, എല്ലാം എന്താ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഒരുപാട് ടൈം വേണം. അത്രയും നിങ്ങൾക്ക് കണ്ടിരിക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല. എന്നാലും 1-2 എണ്ണം നമ്മൾ ട്രൈ ചെയ്തല്ലോ, ഓക്കെയാണ് സംഭവം. എന്തായാലും കൊള്ളാം. എന്താല്ലേ 16-ാം നൂറ്റാണ്ടിൽ ചെയ്തു വെച്ചതാണ്. അന്നത്തേക്ക് ആളുകളുടെ ആ ഒരു തലയും സമ്മതിക്കണം. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ റിയലൈസ് ചെയ്തു. ആ പണ്ട് സൈക്കിൾ റൈഡ് പോയപ്പം എൻ്റെ ആ ചമ്മൽ മാറിയത് കൊൽക്കത്ത എത്തിയപ്പോഴാണെങ്കിൽ ഇപ്പം ഞാൻ വീണ്ടും ചമ്മൽ തുടങ്ങിയിട്ട് അത് മാറിയത് ഹംപിയിലെത്തിയപ്പോഴാണ്. ഇപ്പോൾ ഇത് ഒരു ഇഷ്ടംപോലെ ആളുണ്ട്, പക്ഷേ ഞാൻ നിന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഹായ്, എന്നിലെ മാറ്റം എനിക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം തരുന്നു. അതെന്തായാലും ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത വേറെ സ്ഥലത്തേക്ക് പോകാം. നമുക്ക് ഈ ഫോറിനേഴ്സിന് മാലയൊക്കെ ഇട്ട് എനിക്ക് അവർ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഇട്ട് കൊടുത്താണ്. അറിയില്ല, ഞാൻ വേറെ ആരെയും ഇതുപോലെ കണ്ടില്ല. ഗൈസ്, ഇതാണ് ക്വീൻസ് ബാത്ത് ഹൗസ്, രാജ്ഞി കുളിച്ചിരുന്ന സ്ഥലം. ഇതിലെയാണ് നമ്മൾ അതിനകത്തേക്ക് എൻട്രി ആവുന്നത്. ഈ കവാടത്തിനകത്തൂടെ നമ്മൾ അകത്തേക്ക് കടക്കുകയാണ് ഗൈസ്. ഗൈസ്, ഒരു 15-16 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ രാജ്ഞിക്ക് കുളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് അത്രയും വലിയ ക്വീൻസ് ബാത്ത് ഹൗസ്. എന്താലേ ഗൈസ്, ഹംപിയിൽ ഫുള്ള് 65 പോയിന്റ്സ് ഉണ്ട്, ടെമ്പിളും എല്ലാം കൂടെ. പേരാണ് മോണോലിത്തിക് സ്റ്റോൺ ഡോർ. ഗൈസ്, ഇതാണ് മഹാനവമി ദിബ്ബ അല്ലെങ്കിൽ ദസറ ദിബ്ബ എന്ന് പറയും. ഇത് ശരിക്കും മഹാനവമി അല്ലെങ്കിൽ ദസറ ഉത്സവങ്ങൾക്കായിട്ടാണ് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ സിംഹാസന പ്ലാറ്റ്ഫോം എന്നും പറയാറുണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് മഹാനവമി ദിബ്ബയുടെ മുകളിൽ നിന്നുള്ള വ്യൂ. ആ പേര് ഞാനിപ്പോൾ എത്ര വട്ടം പറഞ്ഞറിയാം, എത്ര വീഡിയോ എടുത്തെന്നറിയാം. ഒരു വട്ടം പറഞ്ഞിട്ട് രണ്ടാമത് ഒന്നുകൂടെ പറയേണ്ട സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് തെറ്റിപ്പോകും ഗൈസ്. അതുപോലെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇത്രയും കൂടെ ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ട്, നമ്മൾ അതിലാണ് ഇറങ്ങാൻ പോകുന്നത്.
മറ്റേ ആനന്ദ മൂവിക്കകത്ത് റോഷൻ പറയുന്ന പോലെ കമ്പി ആരും കാണിച്ചു കണ്ട സ്ഥലമല്ല, സ്വയം കണ്ടെത്തേണ്ട സ്ഥലം. കുറച്ച് പാടാണ് ഗൈസ്. ഇതാണ് ചതുരസാകൃതിയിലുള്ള കറുത്ത ശിലാപുഷ്കണി കുളം. ഇതിനുപയോഗിച്ച കല്ലുകളൊന്നും ഈ പരിസരത്തു നിന്നും എടുത്തതല്ല, ഇത് വേറെ ഇവിടുന്ന് കൊണ്ടുവന്നതാണ്. ശരിക്കും കല്ലുകൾ എവിടുന്ന് എത്തിച്ചു എന്ന് മാത്രം ഇതിൽ പറയുന്നില്ല കേട്ടോ. ഈ പരിസരത്ത് എവിടെയും കാണപ്പെടാത്തവയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഗൈസ് ഇത് നോക്കിയേ, കനാല് പോലെ പാറ കൊത്തിയെടുത്ത് വെള്ളം ഒഴുക്കി വിടാനുള്ള സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. ഗൈസ് റോയൽ പാലസ് ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അതിൻ്റെ എന്താ സംഭവം എന്ന് എനിക്ക് വലിയ പിടിയില്ല. ഇതാണ് ഗൈസ് അണ്ടർഗ്രൗണ്ട് സീക്രട്ട് ചാമ്പർ. സീക്രട്ട് ചാമ്പറിലേക്ക് പോകുന്ന വഴി ഇതിലാണ് ഗൈസ്. ഇതിലാണ് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഗൈസ് നമ്മളിതാ അവിടെ നിന്നാണ് നോക്കിയത് ഇങ്ങോട്ട്. ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടോ? യെസ്. ഗൈസ് ഇതാണ് ഹസറ രാമചന്ദ്ര ടെമ്പിൾ. ഹലോ ഗൈസ്, വെയിൽ കൊണ്ടൊരു പരുവായി. ഞാനാണെങ്കിൽ എന്നും മറ്റേ വാട്ടർ ബാഗ് എടുക്കുന്നത് ഞാൻ ഇന്നെടുത്തിട്ടില്ല. എന്ത് ചെയ്യാനാന്ന് നോക്കണേ. അവസാനം ഇതിനകത്ത് വെള്ളം കുടിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അവസാനം നമ്മുടെ ഐസ്ക്രീം ചേട്ടനുണ്ടായിരുന്നു, പുള്ളിയുടെ നിന്നൊരു കുൽഫി മേടിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. തണുത്ത് ചെല്ലുമ്പോൾ എന്തൊരു ആശ്വാസം എന്നറിയാം. അവസാനം കിട്ടി ഗൈസ്. അവസാനം കിട്ടി ഗൈസ് നമ്മുടെ സോഡ സർവത്ത്. ഗൈസ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ലോട്ടസ് മഹൽ, എലിഫന്റ് സ്റ്റേബിൾ പിന്നെ റങ്ക ടെമ്പിൾ. അത് ലിസ്റ്റിലില്ലായിരുന്നു കേട്ടോ, അതിപ്പോൾ ആഡായതാണ്. അത് നമ്മൾ ഇതിനുള്ളിലേക്കാണ് അത് കാണാനായിട്ട് പോകുന്നത്. ഗൈസ് നമ്മൾ വിറ്റാല മഹാലിൻ്റെ അവിടെ ടിക്കറ്റ് എടുക്കത്തില്ല, ആ സെയിം ടിക്കറ്റ് മതി ഇതിനകത്തും കയറാൻ. എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു, ഞാൻ കാണിച്ചത് എൻ്റെ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ്. കയറ്റി വിട്ടു, കുഴപ്പമൊന്നുമില്ല. ഇനി ലോട്ടസ് മഹാളും എലിഫൻറ്റ് സ്റ്റേബിളൊക്കെ കണ്ട് തപ്പിയെടുക്കട്ടെ. ഗൈസ് ഇതാണ് ലോട്ടസ് മഹാൾ. ഇതാണ് എലിഫന്റ് സ്റ്റേബിൾസ്. ഞാൻ ആ വെയിലൊക്കെ കൊണ്ട് തളർന്നിട്ട് റൂമിൽ പോയി കുറച്ച് നേരം വിശ്രമിച്ച് കുളിച്ച് ഫ്രഷായി വീണ്ടും ഇറങ്ങി. ഇനി നമുക്കൊരു ഈവനിങ് വൈബും സൺസെറ്റൊക്കെ പിടിച്ചിട്ട് അതൊക്കെ റൂമിൽ പോയിട്ട് പിന്നെ മൊത്തത്തിൽ നാളെ നമുക്ക് ബാക്കി എക്സ്പ്ലോർ ചെയ്യാം. ഇന്ന് സൺസെറ്റ് കൂടി ഉള്ളതായിരിക്കും നമ്മുടെ വീഡിയോ അവസാനിക്കുന്നത്. കമ്പിയിലെ വലിയ നന്ദി. നമ്മൾ ഒന്നെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് സൺസെറ്റ് കാണാം, ഇല്ലെങ്കിൽ അവിടെ പോയി നിന്ന് സൺസെറ്റ് കാണാം. അത് ആലോചിക്കണം ഒന്ന്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഇവിടെ നിന്നുള്ള സൺസെറ്റ് കാണാം, നാളെ നമ്മൾ അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള സൺസെറ്റ് കാണാം. അതാണ് നമ്മുടെ പ്ലാൻ. ആ ടെമ്പിളെത്തി. കാണുന്ന ടെമ്പിളാണ് അച്ചുത്രയ ടെമ്പിൾ. അത് ആൻറ്റിയമാരൊക്കെ അവിടെ പോയിട്ട് വരുവാണ്.
ഒരു വ്യൂ പോയിന്റ് കാണാൻ പോവാണ് ഗൈസ്. Yeah. That's it. Okay. ഇതൊക്കെ മുള്ളാണ്. കൊണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇന്നത്തെ സൺസെറ്റ് നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ സൺസെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹംപിയിലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.